ഇതാണ് ഇന്ത്യ മുന്നണി എന്നുള്ളത് നമുക്കറിയാം. മുന്നണി എന്നോ സഖ്യമെന്നോ പ്ലാറ്റ്ഫോം വാട്ടവർ നമ്മളതിന്, അതായത് വേറെ വഴിയില്ലാതെ ഈ BJPയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്രതലം എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ആകാൻ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ബേസിക്കലി അതിൻ്റെ പ്രശ്നം. BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പോയി നോക്കിയാൽ പോലും ഈ സർക്കാർ മോശമാണ് എന്നൊരു പ്രതീതി BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ തന്നെയുണ്ട്. മോദി അത്ര പോപ്പുലർ അല്ല, മോദി ഒന്നും രണ്ടും മോദി പോലെയല്ല, മൂന്നാം മോദി അത്ര പോപ്പുലർ അല്ല. ഇങ്ങനെ അനുകൂല സാഹചര്യം പ്രതിപക്ഷത്തിനുണ്ടായിരിക്കുമ്പോഴാണ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. 100 വർഷം കൊണ്ടാണ് RSS രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചത്. അവരെ ഇറക്കി വിടാൻ കുറഞ്ഞത് 50 കൊല്ലമെങ്കിലും വേണം. 50 കൊല്ലത്തിന് മുമ്പ് ഇറക്കി വിടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടാവണം. ഇന്ത്യ സഖ്യം അത് രൂപീകരിക്കപ്പെട്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ INDIA എന്നവർ ഈ പേരെഴുതുമ്പോൾ ഈ ഓരോ അക്ഷരത്തിന്റെ ഇടയ്ക്ക് ഓരോ കുത്തുണ്ട്. I കുത്ത്, N കുത്ത്, D കുത്ത്, അങ്ങനെയാണ് അത് എഴുതുന്നത്. സത്യത്തിൽ ആ കുത്തെന്ന് പറയുന്നത് ഈ എഴുതുന്നതിലുള്ളതല്ല, ഇവരൊക്കെ തമ്മിലുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തൊഴുത്തിൽ കുത്താണ് ഈ സഖ്യത്തിലുള്ളത്. പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ വരുന്ന സമയത്ത് BJPക്ക് എതിരെ നിൽക്കുകയും എന്നാൽ സംസ്ഥാനങ്ങളിൽ വിവിധ ചേരികളിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടികളുടെ ആശയം, അവരെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ആശയം എന്ന് പറയുന്നത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യം എന്ന നിലയ്ക്ക് അവർ നിൽക്കുമ്പോൾ അതിന് സ്വീകാര്യത എന്നത് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം വിഴുങ്ങാൻ നിൽക്കുന്ന ഒരാളിന്റെ സ്പേസിനെ ഈറ്റ് ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാനത്ത് വളരാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള മുള്ളുമുരിക്ക്, മൂർക്കം പാമ്പ്, കല്ല് കരട്, കാഞ്ഞിരക്കുറ്റിയൊക്കെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ പൊതുവെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതിനൊരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്, ആൾക്കാരിൽ വിശ്വാസ്യത ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതീവ ശ്രമകരമാണ്. മമതാ ബാനർജി പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. മമതാ ബാനർജി എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്? സത്യത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന്, ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് പെൻഷൻ പറ്റിയതിനു ശേഷമാണ് മമതാ ബാനർജി ഇപ്പോൾ അവിടേക്ക് ചെല്ലുന്നത്. ബംഗാളിൽ ഭരണം പോയി, മമത തന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റു, അധികാരത്തിൽ നിന്ന് തെറിച്ചു, നിയമസഭയിലെ പാർട്ടിയുടെ നിയന്ത്രണം പോലും അവരുടെ കയ്യിൽ നിന്ന് പോയി, പാർലമെന്റ് എംപിമാര് കൂട്ടമായിട്ട് BJPയിലേക്ക് ചാടാനായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. പാർട്ടി ചിഹ്നം ഇനി തനിക്ക് കിട്ടണമെങ്കിൽ കേസ് കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ്. അതായത് സിംഹത്തിന്റെ സട കൊഴിഞ്ഞപ്പോ, അഥവാ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് അടുത്തൂൺ പറ്റുന്ന സമയമായപ്പോ അവർ ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗിലേക്ക് പോവുകയാണ്. അപ്പൊ സ്വന്തം സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത, പെൻഷൻ പറ്റിയിരിക്കുന്ന, തോറ്റു വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലേക്ക് മാത്രമേ മമതാ ബാനർജിയെ കാണാൻ കഴിയൂ. മോള് വിധവയാവുന്ന തോന്നുന്നു.